അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് നായ സ്പർശിച്ച സ്ഥലം എങ്ങനെയാണ് കഴുകേണ്ടത് എന്നുള്ളത്. 7 വട്ടം കഴുകണോ, 3 വട്ടം കഴുകണോ, അതല്ലെങ്കിൽ സർഫ് പൊടി ഉപയോഗിച്ച് കഴുകിയാൽ മതിയോ, സാധാരണ രൂപത്തിൽ കഴുകിയാൽ മതിയോ? ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രകാരം നായ തൊട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ 7 തവണ കഴുകേണ്ടതുണ്ട്. നായയുടെ നജസ് നീങ്ങിയതിന് ശേഷം, അഥവാ നായയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളോ നായയുടെ നജസിന്റെ ആ ഒരു നജസായിട്ടുള്ള തടി അത് നീങ്ങിയതിന് ശേഷം, നായയുടെ കാഷ്ടമാണെങ്കിൽ ആ കാഷ്ടം നീക്കിയതിന് ശേഷം 7 പ്രാവശ്യം കഴുകുക എന്നുള്ളതാണ്. ഈ 7 പ്രാവശ്യം കഴുകുമ്പോൾ 70 പ്രാവശ്യം കഴുകുന്നത് പോലെ കഴുകേണ്ട ആവശ്യമില്ല. ഒലിക്കുന്ന വെള്ളമാണെങ്കിൽ ഒരു പാത്രത്തിലോ മറ്റു സാധനത്തിലോ ഒക്കെ നജസായാൽ, ഒഴുകുന്ന വെള്ളമാണെങ്കിൽ 7 ഓളങ്ങൾ അതിനു മുകളിലൂടെ പോകുന്ന രൂപത്തിൽ കഴുകിയാൽ മതി. അതിൽ 1 മണ്ണ് കലക്കിയ വെള്ളമാവണം. മണ്ണ് കലക്കിയ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ, മണ്ണ് കലക്കിയ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണ് കലക്കിയ വെള്ളമാണ്, മണ്ണ് അല്ല ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ആ ചളി ഒഴിച്ചുകൊണ്ട് കഴുകാറുണ്ട്. മണ്ണ് കലക്കിയ വെള്ളം ഒഴിച്ചാൽ തന്നെ ശുദ്ധിയാകുന്നതാണ്. അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ, കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത് ഒരു കുളം അല്ലെങ്കിൽ അതുപോലത്തെ കൂടുതൽ വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ 7 തവണ ഇളക്കൽ കൊണ്ട് തന്നെ അതിനെ ശുദ്ധിയാകുന്ന രൂപം ആയിട്ടുണ്ട്. അഥവാ ഒരു പ്രാവശ്യം അങ്ങോട്ടിളക്കി അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടിളക്കുമ്പോൾ 2 തവണയായി. അങ്ങനെ 7 തവണ ഇളക്കിയാൽ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചാൽ തന്നെ 7 തവണ കഴുകുന്നതിന് തുല്യമായി എന്ന് മഹാന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാപ്പിലൂടെ ഒഴുകുമ്പോൾ, ഒരു പാത്രം മറ്റു കഴുകുമ്പോൾ ടാപ്പിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണെങ്കിൽ 7 തവണ 7 വട്ടം അതിനെ കഴുകുന്ന സമയം ആ ടാപ്പിന് താഴെ പിടിച്ചാലും കഴുകൽ ശുദ്ധിയാകൽ മതി എന്നുള്ളതാണ്. പല ആളുകളും 7 വട്ടം കഴുകുന്നതിൻ്റെ പേരിൽ ഒരുപാട് 70 വട്ടം കഴുകുന്ന രൂപത്തിൽ കഴുകുന്നവരുണ്ട്. ചില ആളുകൾ, മനസ്സിലാക്കാത്ത ആളുകൾ 7-ൽ താഴെ സാധാ രൂപത്തിൽ കഴുകുന്നവരുമുണ്ട്. 2 കൂട്ടരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വസ്വാസുള്ള ആളുകൾ നായ തൊട്ടു എന്ന് തോന്നുമ്പോഴേക്ക് കഴുകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് ആവശ്യമില്ലാത്തതാണ്, അനാവശ്യമാണ്. അതുപോലെ തന്നെ നായ തൊട്ടു എന്ന് ഉറപ്പുണ്ടായിട്ട് കഴുകാതിരിക്കുന്നത് അപകടവുമാണ്. കാരണം ആ നജസ് അവിടെ നിന്ന് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. നായയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ രക്ഷ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.